എത്ര വലിയ ചുമയും കഫക്കെട്ടും പ്രതീക്ഷിച്ചതിലും മുമ്പ് നിൽക്കാനായി ഈ കാണുന്ന ഭസ്മം വെള്ളത്തിൽ കലക്കി ഒന്ന് കുടിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ ചുമ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. ചുമ, കഫക്കെട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കഫം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചുമച്ചിരിക്കേണ്ടി വരും, ഇത് തുപ്പിക്കളയേണ്ടി വരും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു ചുമയാണെങ്കിലും അല്ലെങ്കിൽ കഫക്കെട്ടാണെങ്കിലും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ തന്നെ ഇരിക്കുന്നത് പനങ്കൽക്കണ്ടമാണ്, പിന്നെ വേണ്ടുന്നത് കുരുമുളകാണ്, പിന്നെ വേണ്ടുന്നത് പെരുംജീരകം. അപ്പോൾ നമുക്കിതിനെ ആദ്യം മൂന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ തന്നെ പൊടിച്ച് വെക്കാം. നമുക്ക് പൊടിച്ചിട്ട് എത്ര വേണം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത് പനലായി പോവോ ചീത്തയായി ഒന്നുമില്ല, നമുക്കറിയാലോ. ഇന്നത്തെ ഒരു സാധനം പോലും എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചൂടുവെള്ളം, അതായത് ഇളം ചൂടുവെള്ളം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ കൂട്ടിൽ നിന്നും നമുക്ക് ഒരു അര സ്പൂൺ കേട്ടോ, അര ടീസ്പൂണോളം സാധനം എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ പച്ചവെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ പാലിൽ, ഒരു ഇളം ചൂടുള്ള പാലിൽ, പശുമ്പാലിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ കുടിച്ചോളും. അതിനുശേഷം നമ്മൾ പതിയെ, ഒറ്റയടി കുടിക്കണമെന്നില്ല, പതിയെ നമ്മളൊരു 3-4 വട്ടമായിട്ട് പതിയെ സിപ്പെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചുമയാണെങ്കിലും, വിട്ടുമാറാത്ത ചുമയാണെങ്കിലും അതല്ല കഫക്കെട്ടാണെങ്കിലൊക്കെ നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് വലിയ വ്യത്യാസം മനസ്സിലാവും. ഇടവിട്ട് ഒരു 2-3 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അത് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നമുള്ളവർ, ഇപ്പം എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർ, ഇനി അതല്ല ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവരൊന്നും ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് അവരുടെ ഒരു നിർദ്ദേശാനുസരണം മാത്രം കഴിക്കുക.